أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا الله سبحانه وتعالى അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളാഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീത്തിൻ്റെ കിതാബാണ് നമ്മൾ വായിക്കുന്നത്. ഇതിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിന്ന്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഹദീത്തുകളാണ്. അടുത്ത ഹദീത്ത് ബാബു യബിറു വാലിദൈഹി മാ ലം യകുൻ മഅസിയ. മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരല്ലാത്ത എന്ത് നമ്മോട് കൽപ്പിച്ചാലും അത് അംഗീകരിക്കണം, അതനുസരിക്കണം എന്നറിയിക്കുന്ന ഹദീത്ത്. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഇൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 9 കാര്യങ്ങൾ ഉപദേശിച്ചു. ഒന്ന്, ലാ തുശ്രിക് ബില്ലാഹി ശൈഅ വഇൻ ഖുത്തിഅത ഔ ഹുരിഖത. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് കടന്നു വരരുത്, ഷിർക്ക് ചെയ്യരുത്. ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ഒരു സന്ദർഭത്തിലും അല്ലാഹുവല്ലാത്തൊരാളെ നീ ആശ്രയിക്കരുത്. ഒരു കണിക പോലും ഷിർക്ക് ജീവിതത്തിൽ വരരുത്. വഇൻ ഖുത്തിഅത ഔ ഹുരിഖത. നിന്റെ ശരീരഭാഗങ്ങൾ കീറി മുറിച്ച് വെട്ടിമാറ്റപ്പെട്ടാലും അല്ലെങ്കിൽ കത്തിക്കപ്പെട്ടാലും എന്ത് പ്രയാസങ്ങൾ സഹിച്ചാലും തൗഹീദിൽ നിന്നും അണുമണി തൂക്കം പിന്നോട്ട് മാറരുത്. രണ്ടാമത്തത് വലാ തത്റുകന്ന സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദൻ. അറിഞ്ഞുകൊണ്ട് നീ ഒരിക്കലും ഫർള് നിസ്കാരത്തെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ആരെങ്കിലും ഫർള് നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ വമൻ തറകഹാ മുതഅമ്മിദൻ ബദിഅത് മിൻഹു ദിമ്മ. ഫർള് നിസ്കാരം ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം അവന് നഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം അവനുണ്ടാകൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് ആ ദിവസം മുഴുവൻ. ഫർദ് നിസ്കാരം ആരാണ് ഒഴിവാക്കുന്നത്, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്നും പുറത്തു പോകും. നിസ്കാരം അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാഹ്. തൗഹീദ് കഴിഞ്ഞാൽ ഇബാദത്തുകൾ, അമലുകൾ നാളെ ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നത് ഏറ്റവും ആദ്യം നിസ്കാരമായിരിക്കും. അസ്സലാത്ത്, ഫർദ് നിസ്കാരത്തെ സംബന്ധിച്ച് അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ. എൻ്റെ അടിമക്ക് എന്തെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടോ എന്ന് നോക്ക്. അപ്പൊ മലക്കുകൾ പറയും, ഉണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട്. അപ്പൊ ആ സുന്നത്ത് നിസ്കാരങ്ങൾ എടുത്ത് ഫർദ് നിസ്കാരത്തിൽ വന്ന വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കും. വളരെ ഗൗരവമുള്ള ഹദീസാണ്. അവിടെ സുന്നത്ത് നിസ്കാരം ഫർദിന്റെ മുമ്പും ശേഷമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റവാത്തിബ് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. കാരണം നമ്മുടെ ഫർദ് നിസ്കാരത്തിൽ വരുന്ന വീഴ്ചകൾ സ്വാഭാവികമായിട്ട് നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം.
നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എങ്ങനെയാക്കിയാലും വീഴ്ചകളുണ്ടാവും. അത് പരിഹരിക്കപ്പെടാനുള്ളൊരു മാർഗം അധികരിച്ച സുന്നത്ത് നിസ്കാരങ്ങളാണ്. അത് അധികരിപ്പിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലാരാണോ വിജയിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് എനിക്ക് എളുപ്പമായിരിക്കും. ആ ചോദ്യത്തിൽ ആരാണോ പരാജയപ്പെടുന്നത് അവിടുന്ന് അങ്ങോട്ട് അവൻ്റെ പ്രയാസങ്ങൾ ആരംഭിക്കലായി. ഫർദ് നിസ്കാരം, 5 വക്ത് നിസ്കാരം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിക്കൽ കുഫറിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്സല, നിസ്കാരം ഉപേക്ഷിക്കലാണ്. അത്രയും ഗൗരവത്തിൽ സഹാബാക്കൾ പറയുമായിരുന്നു, നിസ്കാരം ഉപേക്ഷിക്കുന്നത് കുഫറാണ്, അതേപോലെ മറ്റൊരു അമൽ ഉപേക്ഷിക്കുന്നത് കുഫർ ആയിട്ട് സഹാബാക്കൾ കണ്ടിരുന്നില്ല. അത്രയും ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്താണ് 5 വക്ത് നിസ്കാരം. അതാരെങ്കിലും മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ ബരിഅത് മിൻഹു അദ്ദിമ്മ, അള്ളാഹുവിൻ്റെ സംരക്ഷണം അവനിൽ നിന്നും ഇല്ലാതാവും. അടുത്തത് വലാ തശ്റബന്നൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർർ. ഫലാ തശ്റബന്നൽ ഖംറ, നീ കള്ള് കുടിക്കരുത്. മദ്യപാനി നിരോധിച്ചതാണ്. ഖംറ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയെ മായ്ക്കുന്ന ഏത് ലഹരിയും, കള്ള് മാത്രമല്ല, മനുഷ്യന്റെ ബുദ്ധിയെ മായ്ച്ചു കളയുന്ന, മറപ്പിച്ചു കളയുന്ന ഏത് ലഹരിയും നീ ഉപയോഗിക്കരുത്. കാരണം അതെന്താണ്? ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ ഷർറിൻ്റെയും താക്കോലാണത്, എല്ലാ ഷർറിൻ്റെയും കവാടമാണത്. എല്ലാ ഖൈറുകൾക്കും താക്കോലുണ്ട്, എല്ലാ ഖൈറുകൾക്കും കവാടങ്ങളുണ്ട്. അതേപോലെ എല്ലാ ഷർറുകൾക്കും കവാടങ്ങളുണ്ട്. അവിടേക്ക് പോയാൽ ആ ഷർറിലേക്ക് എത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ഷർറിൻ്റെയും താക്കോല് അത് മദ്യപാനമാണ്, ലഹരിയാണ്. ഖൈറുകൾക്കും അതേപോലെ താക്കോലുണ്ട്, കവാടങ്ങളുണ്ട്. അഥവാ നമ്മൾ നല്ലവരോടൊപ്പം കൂടുകയാണെങ്കിൽ അതൊരു ഖൈറിൻ്റെ കവാടമാണ്. അവരിലൂടെ, ആ ബന്ധങ്ങളിലൂടെ നമ്മൾ നന്മകളിലേക്ക് മുന്നേറും. നമ്മുടെ ബന്ധം നല്ല ആൾക്കാരാണ്, നിസ്കാരത്തിൽ കൃത്യനിഷ്ഠത പാലിക്കുന്ന ആൾക്കാരാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്, വാക്കുകളിൽ ഇസ്ലാമിക സംസ്കാരമുള്ളവരാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം കൂടിയാൽ നമുക്ക് ഖൈറിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അല്ലേ? ഒരു യാത്രയിൽ ഇപ്പം നല്ല ആൾക്കാരോടൊപ്പം കൂടിയാൽ ആ യാത്ര എന്നും ഖൈറായിരിക്കും, ഖൈറിൻ്റെ വാതിലുകൾ മാത്രമേ തുറക്കൂ. അതേ അവസരത്തിൽ ഷർറായ ആൾക്കാരൊപ്പം, തിന്മ പറയുന്ന, സംസാരത്തിൽ ഇസ്ലാമിക സംസ്കാരമില്ലാത്തവർ, നിസ്കാരം ശ്രദ്ധിക്കാത്തവർ, അതിൻ്റെ സമയം ശ്രദ്ധിക്കാത്തവർ, യാത്രയിൽ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളാത്തവർ, അവരോടൊപ്പം കൂടിയാൽ അവിടെ ഷർറിൻ്റെ വാതിലുകൾ തുറക്കപ്പെടലായി. നമ്മൾ ഓരോ ഷർറ് കാണുകയാണ്, പുതിയ പുതിയ ഷർറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരലായി. അപ്പോൾ എല്ലാ ഷർറിനും എല്ലാ ഖൈറിനും കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ അടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖൈറിൻ്റെ വാതിലുകൾ തുറക്കുക. ഷർറിൻ്റെ വാതിലുകൾ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് തുറക്കപ്പെടുന്നത് അതൊക്കെ കൊട്ടി അടക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അതിലേക്ക് ചെന്ന് പെടാതിരിക്കുക. അതിന് ഒരു ഉദാഹരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഖബായിസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛപരമായ കാര്യങ്ങൾ, വളരെ മോശമായ കാര്യങ്ങൾ, മറ്റൊരാൾക്ക് മുമ്പിൽ പറയാൻ മനുഷ്യർ മടിക്കുന്ന കാര്യങ്ങൾക്കാണ് ഖബായിസ് എന്ന് പറയുക. ഖംർ എന്നുള്ളത്, ലഹരി എന്നുള്ളത് ഉമ്മുൽ ഖബായിസ്, മ്ലേച്ഛമായ കാര്യങ്ങളുടെ മാതാവാണ്. അതിലൂടെ നല്ലതൊന്നും ഉണ്ടാവില്ല. വേറൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഫവാഹിഷുകൾ, ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ ലൈംഗികരമായ മ്ലേച്ഛതകൾ, മറ്റൊരാൾക്ക് മുമ്പിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, വാക്കുകളിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും അതിന് ഫവാഹിഷത്ത് എന്ന് പറയാം, മോശമായ കാര്യങ്ങൾ. ആ ഉമ്മുൽ ഫവാഹിഷ്, മദ്യപാനം എന്നുള്ളത്, ലഹരി എന്നുള്ളത് ഫവാഹിഷുകളുടെ മാതാവാണ്. അക്ബറുൽ കബായിർ, അതുപോലെ തന്നെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്.
മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം പറയാം. ആരാണോ അത് കുടിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്, അവൻ തൻ്റെ ഉമ്മയെ ബന്ധപ്പെടും, തൻ്റെ ഖാലത്തിനെ, ഉമ്മയുടെ സഹോദരിയെ ബന്ധപ്പെടും, ഉപ്പയുടെ സഹോദരിയെ ബന്ധപ്പെടും. ബന്ധങ്ങൾ അവന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഉമ്മുൽ ഫവാഹിഷ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവം. അദ്ദേഹം ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിക്ക് മുമ്പിൽ 3 കാര്യങ്ങൾ പറയപ്പെട്ടു. ഒന്നുകിൽ നീ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ ഉമ്മയെ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ ഒരാളെ കൊല്ലണം. അദ്ദേഹം ആദ്യത്തെ 2 ഒഴിവാക്കി. ഒരാളെ കൊല്ലുക എന്നുള്ളത് മറ്റൊരാളിലേക്ക് കിടക്കുന്ന തിന്മയാണ്. ഉമ്മയെ വ്യഭിചരിക്കുക എന്നുള്ളത് അവനക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കള്ളു കുടിക്കുക എന്നുള്ളത് അത് സ്വന്തത്തിൽ മാത്രം അവശേഷിക്കുന്നതാണ്. അവനെ കള്ളു കുടിക്കുന്നത് തീരുമാനിച്ചു, കുടിച്ചു. കള്ളു കുടിച്ചു, അവൻ്റെ ബുദ്ധി നീങ്ങി, അവൻ ഉമ്മയെ വ്യഭിചരിച്ചു. അത് കണ്ട ഒരാളെ കൊല്ലുകയും ചെയ്തു. അതാണ് ഉമ്മുൽ ഖബായിസ്. അത് തിന്മകളുടെ മാതാവാണ് ലഹരി എന്നുള്ളത്. അത് ഉപയോഗിച്ചാൽ പിന്നെ തിന്മകൾ മാത്രം അവൻ്റെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും കടന്നു വരുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്നവർ പ്രത്യേകം കേൾക്കേണ്ട ഒരു ഹദീസാണ്. ഒരടിമ, ഇദാ അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ, നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, ആ തെറ്റിന് ശേഷം അബദ്ധം സംഭവിച്ചല്ലോ എന്ന് ചിന്തിച്ച് അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ, ആ തെറ്റ് ഉപേക്ഷിച്ച് മടങ്ങിയാൽ, സുഖില ഖൽബുഹു, ഹൃദയത്തിൽ നിന്നും ആ കറുത്ത പുള്ളി മായ്ക്കപ്പെടും. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ വഇൻ സീദ, പിന്നെയും പിന്നെയും അവന്റെ ജീവിതത്തിൽ ആ തെറ്റുകൾ വന്നാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കറുത്ത പുള്ളിയും അധികരിക്കും. ഹത്താ യഅലു ഖൽബഹു, അങ്ങനെ അവന്റെ ഹൃദയത്തെ ആ കറുത്ത പുള്ളി മൂടും. അവന്റെ ഹൃദയം ഒരു കറുത്ത മാംസഖണ്ഡമായിട്ട് മാറും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുത്തഫിഫീനിൽ ഒരു ആയത്ത് ഓതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. പ്രവാചകരെ, അങ്ങ് എത്രയും ഉപദേശിച്ചിട്ടും അവർക്ക് മനസ്സിലാകാത്തത്, അവർക്ക് തിരിയാത്തത് അതൊന്നുകൊണ്ടുമല്ല. അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം? കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. പിന്നെ എത്ര ഉപദേശിച്ചാലും ആ ഉപദേശം ആ മനസ്സ് സ്വീകരിക്കൂല. എത്ര ഖുർആൻ ആയത്തുകൾ ഓതിക്കൊടുത്താലും അത് ആ മനസ്സ് സ്വീകരിക്കൂല. എത്ര റസൂലിന്റെ ഹദീസുകൾ പറഞ്ഞു കൊടുത്താലും, ആഖിറത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്താലും, മഹ്ശറിനെ സംബന്ധിച്ചും ഖബറിനെ സംബന്ധിച്ച് ഓതിക്കൊടുത്താലും ആ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അള്ളാഹു അതിനെ സീൽ വച്ചിരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് വരുന്ന തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പരീക്ഷണമാണ്. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയും കൂടിയാണ്. ഒരാളൊരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ ശിക്ഷ അതേപോലുള്ള തിന്മ വീണ്ടും വീണ്ടും അവന്റെ ജീവിതത്തിൽ വരലാണ്. ആദ്യം ചെയ്യുമ്പോൾ വലിയ പേടിയായിരിക്കും. ഒരു അബദ്ധം സംഭവിച്ചു, ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തു, അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കും, അസ്വസ്ഥപ്പെടും. അവന് ചെയ്തു പോയല്ലോ എന്നുള്ള ഖേദം അവന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കപ്പെടും. അതിൻ്റെ ആ പേടി അവന്റെ മനസ്സിൽ നിന്നും നീങ്ങും. അതിനുള്ള ഗൗരവം, ആ തെറ്റിന്റെ ഗൗരവം അവന്റെ മനസ്സിൽ നിന്നും നീങ്ങും. അവന്റെ ഒരു നിത്യ ഉപയോഗശീലമായിട്ട് അത് മാറും. അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ അതിന് അഡിക്റ്റ് ആവും. ഉപേക്ഷിക്കാൻ കഴിയില്ല. അതാണ് തെറ്റ്. തൗബ, അതിന്റെ തൗഫീഖ് അല്ലാഹു ഉയർത്തിക്കളയും. തൗബയാണ് തൗഫീഖ് ഉണ്ടാവില്ല. വീണ്ടും 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 ആ തെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് വലിയൊരു അപകടമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നാം സൂക്ഷിക്കുക, മറ്റുള്ളവർ ഉപദേശിക്കുക. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയോ അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ശിക്ഷയാണ്, വലിയൊരു ദുരന്തമാണെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുക. ഒരാളൊരു തെറ്റ് ചെയ്തു, ഒരു കളവ് പറഞ്ഞു,
ആ കളവിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ സത്യമായിട്ട് ബോധിപ്പിക്കാൻ അതിൻ്റെ പിറകിൽ 100 കളവുകൾ അവന് പറയേണ്ടി വരും. അതാണ് ഒരാൾ തെറ്റ് ചെയ്താൽ അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖ് അവനില്ലെങ്കിൽ, അള്ളാഹു അവനെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ രീതിയിലുള്ള തെറ്റുകൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരും. അത് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു ശീലമായിട്ട് മാറും. അതുകൊണ്ട് ഇതാണ് ലഹരി. ആ രീതിയിലുള്ളൊരു ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ. അവൻ എത്ര വിചാരിച്ചാലും പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ അവന് കഴിയില്ല. അത് തുടക്കത്തിൽ എന്ത് ചെയ്യുക? തൗബ ചെയ്ത് മടങ്ങുക. അതാണ് അതിനുള്ള പരിഹാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ലഹരി എന്നുള്ളത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതുകൊണ്ട് ഒരിക്കലും നീ കള്ളു കുടിക്കരുത്. അത് ഷർറുകളുടെ വാതിലുകളാണ് അത് മനുഷ്യർക്ക് മുമ്പിൽ തുറന്നിടുക. അതുപോലെ തന്നെ വാലിദൈക, അതാണ് നമ്മുടെ ഈ ബാബുമായിട്ടുള്ള ബന്ധം. ഈ ഹദീത്ത് ഇവിടെ കൊണ്ടുവരാൻ കാരണം ഈ ഒരു വാക്കാണ്. വാലിദൈക, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുക. وَإِنْ أَمَرَاكَ أَنْ تَخْرُجَ مِنْ دُنْيَاكَ فَاخْرُجْ لَهُمَا. നിന്റെ സമ്പത്തിൽ നിന്നും ഒഴിവാകാൻ അവർ നിന്നോട് കൽപ്പിച്ചാൽ നീ ഒഴിവാക്കി കൊടുക്കുക. അതാണ് ഇവിടെ ബാബു. അഥവാ ദീനിനെതിരാകാത്ത, അള്ളാഹുവിന്റെ മഅസിയത്താകാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരാകാത്ത എന്തവർ നിന്നോട് കൽപ്പിച്ചാലും നീ അനുസരിക്കൽ ബാധ്യസ്ഥനാണ്. നിന്റെ സമ്പത്തിൽ നിന്ന് അവർ ഒഴിവാകാൻ കൽപ്പിച്ചാലും നീ ഒഴിവാകൽ നിർബന്ധമാണ്. ഫീഹി വുജൂബു താഅത്തിൽ അബവൈൻ അലാ കുല്ലി ഹാലിൻ മാ ലം യകുൻ ഫീ മഅസിയ. വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് പിന്നെയും മാതാപിതാക്കളെ അനുസരിക്കൽ ചെറിയൊരു ഭാഗത്ത് മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ എന്താണോ ദീനിന് എതിരാകാത്ത, എന്താണോ നിന്നോട് അവർ പറയുന്നത് അതനുസരിക്കൽ നിന്റെ മേൽ വാജിബാണ്. അതാണ് ഈ ഹദീത്ത് അറിയിക്കുന്നത്. ഒരു ഹദീത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും ലി അബീക, നിന്റെ പിതാവിൻ്റെതാണ്. പിതാവിന് ഇഷ്ടമുള്ളവർ ഉപയോഗിക്കുക നിന്റെ സമ്പത്ത്. വേറൊരു ഹദീത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലക്കും, നിങ്ങളുടെ മക്കൾ അത് അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്. അള്ളാഹു തന്ന വലിയ ഔദാര്യമാണ് നിങ്ങളുടെ മക്കൾ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കും. ഫഹും വ അംവാലുഹും, നിങ്ങളുടെ മക്കളും അവരുടെ സമ്പത്തും ലക്കും, നിങ്ങൾക്കുള്ളതാണ്. ഇദഹ്തജ്തും ഇലൈഹ, നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യക്കാരായിട്ട് വന്നാൽ. നമ്മളും നമ്മുടെ സമ്പത്തും ആർക്കുള്ളതാണ്? നമ്മുടെ പിതാവിനുള്ളതാണ്. അവർ അതിന് ആവശ്യക്കാരായിട്ട് വന്നാൽ. ഇന്നത്തെ അവസ്ഥ എന്തിച്ചു നോക്കി, ആലോചിച്ച് നോക്കിയ. സമ്പത്തിന്റെ പേരിൽ മാതാപിതാക്കളുമായിട്ട് അടിയിടുകയും മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. സമ്പത്തിന്റെ പേരിൽ മാതാപിതാക്കളോട് മിണ്ടാതിരിക്കുന്ന മക്കൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. വീട്ടിൽ നാട്ടി ഇറക്കിയ ആൾക്കാരുണ്ട്, കച്ചവടത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ ആൾക്കാരുണ്ട്. അവർക്ക് കാണുന്നില്ല ഈ ഹദീത്തുകളും ആയത്തുകളൊന്നും. അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹു മാപ്പായി കൊടുക്കട്ടെ. നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഹദീത്തുകൾ പ്രചരിപ്പിക്കുക. ഇതാണ് ഹദീത്ത്, ഇതാണ് ദീനുൽ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ സ്ഥാനം. അത് സ്വയം പഠിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുനാസിഅന്ന വുലാത്തൽ അംരി, ഒരിക്കലും ഇസ്ലാമിക ഭരണാധികാരിക്കെതിരെ തിരിയാൻ പാടില്ല. അത് വലിയ ഫസാദ് ഉണ്ടാക്കും, വലിയ ദുരന്തം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകും. ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ തിരിയുക എന്നുള്ളത് അത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്ത്, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ ആ രാജ്യക്കാര്, ആ നാട്ടുകാർ തിരിഞ്ഞാൽ അത് ആ നാട്ടുകാർക്ക് വലിയൊരു മുസീബത്ത് ഉണ്ടാക്കി വെക്കും. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അതൊരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് കബായിർ, വൻപാപമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, തന്നെ, വഇൻ റഅയ്ത അന്നക അൻത, അത് നീ ഒറ്റക്കാണെങ്കിലും ശരി, നീ ഹക്കിലാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ശരി, ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല. അത് കബായിറാണ്, വൻപാപാണ്. നിന്റെ ഭാഗത്താണ് ഹക്ക് എന്നാണെന്ന് അറിയാം,
നീയാണ് ഹക്കിന് 100% ഉറപ്പുണ്ട്, എന്നാലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല. അതുപോലെ വലാ തഫ്രിർ മിന അസ്സഹ്ഫി വഇൻ ഹലക്ത വഫറ അസ്ഹാബുക. ഒരിക്കലും യുദ്ധമുഖത്തിൽ നിന്നും നീ തിരിച്ചോടരുത്, പിന്തിരിഞ്ഞോടരുത്. നീ പരാജയപ്പെട്ടാലും നീ നശിച്ചാലും വഫറ അസ്ഹാബുക, നിന്റെ കൂടെയുള്ളവർ പിന്തിരിഞ്ഞോടിയാലും. ഒരാൾ എപ്പോഴാണ് പിന്തിരിയുക? നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പിന്തിരിഞ്ഞോടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഒരാൾ പിന്തിരിഞ്ഞോടാൻ തയ്യാറാവുക. അത് റസൂൽ പറഞ്ഞു, നിനക്ക് നഷ്ടം സംഭവിച്ചാലും നിന്റെ കൂടെയുള്ള ആൾക്കാർ പിന്തിരിഞ്ഞോടിയാലും യുദ്ധമുഖത്ത് നിന്ന് നീ പിന്തിരിഞ്ഞോടാൻ പാടില്ല. അടുത്ത് വഅൻഫിഖ് മിൻ തൗലിക അലാ അഹ്ലിക, നിന്റെ കഴിവിനനുസരിച്ച് നീ കുടുംബത്തിന് ചിലവ് കൊടുക്കുക. തൗല് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ സമ്പത്ത്, ഗിന. വ്യത്യസ്തമായ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗിന നൽകിയിട്ടുള്ളത്, സമ്പത്ത് നൽകിയിട്ടുള്ളത്. അത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? കുടുംബത്തിന് ചെലവഴിക്കുക. അതുപോലെ തന്നെ വലാ തർഫഅ അസാക അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് മേലിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? വടി മാറ്റി വെക്കാൻ പാടില്ല. ഒരു വടി പിടിച്ച് അവരെ അദബ് പഠിപ്പിക്കണം, തർബിയത്ത് ചെയ്യണം. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. മക്കളെ തർബിയത്ത് ചെയ്യുക, മക്കളെ അദബ് പഠിപ്പിക്കുക, അത് നിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. അത് നീ നിർവഹിക്കേണ്ടതാണ്, നിന്റെ മക്കളെ അദബ് പഠിപ്പിക്കേണ്ടത്. അതിനൊരു വടി നീ കരുതി വെക്കണം. ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിതഅലീഖി الصوت ഫിൽ ബൈത്ത്, വീട്ടിൽ ഒരു വടി തൂക്കിയിടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്തിനെ? മക്കളെ അത് പഠിപ്പിക്കുക. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് മക്കൾ തിരിച്ചടിക്കുന്ന കാലമാണ്. മക്കളെ അത് പഠിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് പള്ളിയിലെ മൂലാക്കന്മാരുടെ ഉത്തരവാദിത്തം മാറിയിട്ടുണ്ട് ഇപ്പോൾ. അല്ലെങ്കിൽ പള്ളിയിൽ മദ്രസയിൽ ഉസ്താദന്മാരാണ് മക്കളെ അത് പഠിപ്പിക്കേണ്ടത്. അത് വിചാരമുണ്ട്. വീട്ടിൽ വടി തൂക്കി വെക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മക്കളെ തർബിയത്തിന് വേണ്ടിയിട്ട് മക്കളെ പഠിപ്പിക്കാൻ. ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ്, വഅഖിഫ്ഹും ഫില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നീ അവരെ പേടിപ്പിക്കുക. അള്ളാഹു ഫർലാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ആഖിറത്തിലും ഖബറിലും ശിക്ഷയുണ്ട്. ആഖിറത്തിൽ അതിൻ്റെ ഹിസാബുണ്ട്, മഹ്ശറുണ്ട്. അതൊക്കെ പറഞ്ഞ് നീ അവരെ പേടിപ്പിക്കുക. തർബിയത്തിൻ്റെ ഭാഗമാണ്. രണ്ടുമുണ്ട് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ബഷീറൻ വ നദീറ, രണ്ടുമാണ്. സന്തോഷവാർത്ത അറിയിക്കണം. നന്മകൾ ചെയ്യുന്നവർക്ക് നന്മയുണ്ടെന്ന് അവരെ സന്തോഷിപ്പിക്കണം, അവർ സന്തോഷവാർത്ത അറിയിക്കണം. തിന്മകൾ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ താക്കീതും നൽകണം. ഇത് രണ്ടാണ്. തബലീഗുകാർക്ക് ഒന്നേ ഉള്ളൂ, ബഷീറില്ല, നദീറില്ല. വേറൊരു ഭാഗത്തിന് നദീറേ ഉള്ളൂ. നമുക്കെന്തുണ്ട്? ബഷീറൻ വ നദീറ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നല്ലത് പറയും, നല്ലത് പറഞ്ഞ ആൾക്കാരെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം, അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം. തിന്മ ചെയ്താൽ നരക കൊണ്ട് പേടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ ഇഖാബിൽ നിന്നും അദാബിൽ നിന്നും അവനെ പേടിപ്പിക്കുക വേണം. അതാണ് ബഷീറൻ വ നദീറ എന്നുള്ളത്. അടുത്ത ഹദീത്ത് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദുൽ ജിഹാദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. യുരീദുൽ ജിഹാദ്, വന്നെന്തിനാണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, ആ വന്ന വ്യക്തി പറഞ്ഞു, അതെ, എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, നീ അവരിലാണ് ജിഹാദ് ചെയ്യേണ്ടത്. നിന്റെ ജിഹാദ് അവരുടെ ഖിദ്മത്തിലാണ്, അവരെ സന്തോഷിപ്പിക്കുന്നതിനാണ്, അവരെ സമാധാനിപ്പിക്കുന്നതിനാണ്, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നിന്റെ ജിഹാദ്. ജിഹാദിനേക്കാൾ മുന്തിക്കേണ്ടത് എന്താണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. കാരണം നമ്മൾ മുമ്പ് വായിച്ച ഹദീസ് വായിച്ചു, അയ്യുൽ അഅമലി അഹബ്ബു ഇലല്ലാഹ്,
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്തിന് നിസ്കരിക്കലാണ്. സുമ്മ ഐ, രണ്ടാമത് എന്താണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. പിന്നെ ഏതാണ്? സുമ്മ ഐ അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. അപ്പൊ ജിഹാദിനേക്കാൾ മുന്തിക്കേണ്ടത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. അതിലുണ്ടാവില്ല ചിലപ്പോൾ ഹദീത്ത്, ഇത് സഹീഹാണ്. അപ്പൊ ലൈഫായതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീദിന്റെ തഫ്സീർ പറയാണ്, ഹാദാ കുല്ലുഹു ദലീലുൻ ലിഅളമി ഫളീലതി ബിർരിഹിമ. ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ട ശ്രേഷ്ഠതയെ സംബന്ധിച്ച, അത് ജിഹാദിനേക്കാൾ പുണ്യമുള്ളതാണ്. കാരണം ജിഹാദ് പോലും അവരുടെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല. ജിഹാദിന് പോകണമെങ്കിൽ മാതാപിതാക്കളുടെ അനുവാദം കിട്ടണം, നല്ല ജിഹാദ് നിർബന്ധമാവുള്ളൂ. അപ്പോൾ അവർക്ക് നന്മ ചെയ്യലാണ് ജിഹാദിനേക്കാൾ മുന്തിക്കേണ്ട അമല് എന്നാണ് പറയുന്നത്. അടുത്തത് ഒരു ഹദീസ്, عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال رغم أنفه رغم أنفه رغم أنفه. 3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞു. അഥവാ നശിക്കട്ടെ എന്നർത്ഥം. റഗിമ അൻഫു എന്ന് പറഞ്ഞാൽ മൂക്കിൽ മണ്ണ് തട്ടട്ടെ എന്നാണ്. ഒരു അറബിയുടെ വാക്കാണ്. അഥവാ അവൻ നശിക്കട്ടെ എന്നർത്ഥം. അങ്ങനെ 3 പ്രാവശ്യം ശാപ പ്രാർത്ഥന നടത്തി. എന്നിട്ട് പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ് മൻ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? ആർക്കെതിരാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി ഔ അഹദഹുമാ ഫദഖല അന്നാറ. നമ്മുടെ മാതാപിതാക്കൾ ഒരാൾ അല്ലെങ്കിൽ 2 ആൾക്കാർ അവർ വാർദ്ധക്യമായ കാലഘട്ടത്തിൽ നിന്റെ അടുക്കൽ അവരുണ്ടാവുകയും ഫദഖല അന്നാർ, എന്നിട്ട് നീ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അവൻ നശിക്കട്ടെ. കാരണം നമുക്ക് സ്വർഗപ്രവേശത്തിനൊരു സബബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി തന്നത്. അതിനെ പാഴാക്കിയവർ മാതാപിതാക്കൾ വാർദ്ധക്യഘട്ടത്തിൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് നന്മ ചെയ്ത് സ്വർഗം നേടിയെടുക്കുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന വലിയ സബബാണ് സ്വർഗപ്രവേശനത്തിലുള്ള. അത് നഷ്ടപ്പെടുത്തിയവൻ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയുടെ മിമ്പറിലേക്ക് കയറാൻ, അപ്പം ഉച്ചത്തിൽ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. ഇത് എന്നിട്ട് ഖുതുബ നിർവഹിച്ച റസൂൽ താഴെ ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, മുമ്പെങ്ങും പറയാത്ത രീതിയിൽ താങ്കൾ ഉച്ചത്തിൽ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു, എന്തിനാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിൽ കയറുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, ഒരാള് അവൻ്റെ മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് ആ മാതാപിതാക്കൾ അവൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുന്നതിന് പകരം ഖിദ്മത്ത് ചെയ്യാതെ നരകത്തിൽ പ്രവേശിച്ചവൻ, അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു, ഞാൻ ആമീൻ പറഞ്ഞു. അപ്പം മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നിഅമത്താണ്. അവരെ നോക്കുക, അവർക്ക് സേവനങ്ങൾ ചെയ്യുക, കഴിയേണ്ട രീതിയിൽ അവരെ സമാധാനിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് നമ്മുടെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുക. അത് നഷ്ടപ്പെടുത്തിയാൽ അവനക്ക് എന്തുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുള്ള ശാപ പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവൻ വിദൂരമായിരിക്കുന്ന ആൾ ആഖിറത്തിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം നമുക്ക് കിട്ടിയാൽ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ആക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് വലിയ നിഅമത്താണ്. ആഖിറത്തിൽ അല്ലാഹു നമുക്ക് ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു അവരിലൂടെ നമുക്ക് അല്ലാഹു തുറന്നു തരും. അടുത്ത ഹദീസ്, ബാബു ലാ യസ്തഗ്ഫിറു ലിഅബീഹിൽ മുശ്രിക്. മുശ്രിക്കായ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്നറിയിക്കുന്ന ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിൻ്റെ വാക്ക് സൂറത്തുൽ ഇസ്രാ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ.
നിങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യ ആ സമയത്ത് അവർ ഒരാളോ അല്ല രണ്ടാളോ നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ ഫല തഖുല്ലഹുമ ഉഫിൻ, അഥവാ ഏറ്റവും ചെറിയ വാക്കാണ് ഉഫ്. അറബിയിൽ ഏറ്റവും ചെറിയ വാക്കാണ്. അതുപോലും എന്ത് ചെയ്യാൻ പാടില്ല, അവരോട് നിങ്ങൾ പറയാൻ പാടില്ല. ആയത്തിന്റെ അവസാനം കമാ റബ്ബയാനി സഗീർ എന്ന ദുആ. ഇബ്നു അബ്ബാസ് പറയാം ഫനസഖത്ഹാ അൽ ആയത്തു അല്ലതി ഫീ ബറാഅ. ഈ സൂറത്ത് ഇസ്രായിലുള്ള ഈ ആയത്തിനെ, ഇത് മൊത്തം ആമാണ്, എല്ലാ മാതാപിതാക്കൾക്കും ബാധകമാണ്. ഇതിനെ സൂറത്തു തൗബയിൽ വരുന്ന, സൂറത്തുൽ ബറാഅത്തിൽ വരുന്ന ഒരായത്ത് ഈ ആയത്തിനെ പകുതിയാക്കിയിരിക്കുന്നു. ആയത്ത് ഏതാണ്? മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു, പ്രവാചകനും വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും അനുയോജ്യമല്ല അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന, മുശ്രികീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൽ, വലൗ കാനൂ ഉലീ ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അവർ നരകത്തിന്റെ ആൾക്കാരെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അവർ മുശ്രിക്കാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അവർ എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൽ പ്രവാചകനും മുഅ്മിനീങ്ങൾക്കും യോജിച്ചതല്ല എന്ന ഈ ആയത്ത് ആ ആയത്തിനെ നസ്ഖ് ചെയ്തിരിക്കുന്നു. അഥവാ ആ ആയത്തിനെ, അതിൻ്റെ ഹുക്മ് മുസ്ലിമീങ്ങൾക്ക് മാത്രമാക്കി അംഗീകരിച്ചിരിക്കുന്നു. അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ബാധകം. മുശ്രിക്കായ പിതാവിന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്ന് ഈ ഹദീത്തിൽ നിന്നും മനസ്സിലാവും. അടുത്തത് ബാബു ബിർരിൽ വാലിദിൽ മുശ്രിക്. നേരത്തെ പറഞ്ഞ എന്താണ്? മുശ്രിക്കായ പിതാവിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യണം? ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഖൈറുകളും സേവനങ്ങളും ആ പിതാവിന് വേണ്ടി ചെയ്യണം. അതാണ് അടുത്ത ഹദീത്തിൽ അറിയിക്കുന്നത്. അവൻ സഈദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നസലത് ഫിയ അർബഉ ആയാത്തിൻ മിൻ കിതാബില്ലാഹി തആല, എൻ്റെ വിഷയത്തിൽ ഖുർആനിൽ 4 ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാലോ ഖുർആന്റെ ആയത്തുകൾ ഖുർആൻ മൊത്തമായിട്ട് ഇറങ്ങിയതല്ല. 23 വർഷം കൊണ്ട് ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പം അതിന് പരിഹാരമായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ വിഷയത്തിൽ 4 ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന്, കാനത് ഉമ്മി ഹലഫത് അല്ലാ തഅകുല വലാ തശ്റബ ഹത്താ ഉഫാരിഖ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മ സത്യം ചെയ്തു, ശപഥം ചെയ്തു, ഞാൻ, അഥവാ സഅദ് ബിൻ അബി വഖാസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ ഒഴിവാക്കുന്നത് വരെ എൻ്റെ ഉമ്മ കുടിക്കും ചെയ്യില്ല, തിന്നും ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. ആ ഹദീസ് അദ്ദേഹം പൂർണ്ണമായിട്ട് പറയുന്നത്, എൻ്റെ ഉമ്മനോട് പറയാണ്, زعمت أن الله وصاك بوالديك وأنا أمك وأنا آمرك بهذا. സഅദ് ബിൻ വഖാസിന്റെ ഉമ്മ സഅദ് ബിൻ വഖാസിനോട് പറയാണ്, നീ പറയുന്നുണ്ട് നിന്റെ അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നത് മാതാപിതാക്കളുടെ ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിന്റെ ഉമ്മയാണ്, ഞാൻ നിന്നോട് പറയുന്നു മുഹമ്മദിന്റെ ദീൻ ഒഴിവാക്കണം. ഉമ്മ തിരിച്ചടിച്ചതാണ്. അങ്ങോട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ പറഞ്ഞ ആയത്തെടുത്തിട്ട് പിന്നെ ഞാൻ നിന്റെ ഉമ്മയാണ്, നീ എന്ത് ചെയ്യണം? മുഹമ്മദിന്റെ ദീൻ ഒഴിവാക്കണം. അപ്പൊ അവര് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആന്റെ ഈ ആയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. മുശ്രിക്കത്തായ പെണ്ണു അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, ഫഅൻസലല്ലാഹു അസ്സ വജൽ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വഇൻ ജാഹദാക, അവർ നിന്നെ നിർബന്ധിപ്പിച്ചാലും ശരി, അലാ അൻ തുശ്രിക ബി, എന്നിൽ ശിർക്ക് ചെയ്യാൻ, അല്ലാഹു പറയാണ്, എന്നിൽ ശിർക്ക് ചെയ്യാൻ അവർ നിന്നെ നിർബന്ധിപ്പിച്ചാലും ശരി, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ഇൽമില്ലാത്ത വിഷയത്തിൽ, ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? നീ അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ നീ അവരോട് പെരുമാറണം. ആരോട്? ശിർക്ക് ചെയ്യാൻ പറയുന്ന മാതാപിതാക്കളോട്. അപ്പൊ മുസ്ലിമായ മാതാപിതാക്കളുടെ സ്ഥാനത്തിലായിരിക്കും. എന്തായാലും മുശ്രിക്കാരാണല്ലോ ശിർക്ക് ചെയ്യാൻ പറയുള്ളൂ.
അപ്പം നീ അവരെ അനുസരിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? അള്ളാന്റെ വാക്കാണ്, വസാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ നീ അവരോട് പെരുമാറണം. അപ്പം മുസ്ലിമായ മുവഹിദായ തഖ്വയുള്ളൊരു പിതാവ്, ഒരു മാതാവിൻ്റെ അവസ്ഥ, അവരുടെ സ്ഥാനം എത്രയായിരിക്കും? ഒന്ന് കണ്ണുകൾ ഉയർത്തി അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പാടില്ല. അത്രയും സ്ഥാനം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ മാതാപിതാക്കൾക്കുണ്ട്. രണ്ടാമത്തത് അദ്ദേഹം പറയാണ്, ഇന്നി കുന്തു അഖദ്തു സൈഫൻ അഅജബനി, എനിക്കിഷ്ടപ്പെട്ടൊരു വാള് ഞാൻ എടുത്തു. ഫഖുൽതു യാ റസൂലല്ലാഹ് ഹബ് ലി ഹാദാ, എനിക്ക് ഈ വാൾ എനിക്ക് വേണം. ഒരു യുദ്ധത്തിന് ശേഷം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? യുദ്ധാർജിത സ്വത്ത്, ഗനീമത്ത് സ്വത്ത് സഹാബാക്കൾക്കിടയിൽ വീതിക്കപ്പെടും. ആ ആയത്തിറങ്ങുന്നതിന് മുമ്പ്, ആ നിയമത്തിന്റെ മുമ്പ് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വാളെടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഈ വാൾ എനിക്ക് വേണം, എനിക്ക് നൽകണം. അപ്പോഴാണ് യസ്അലൂനക അനിൽ അൻഫാൽ എന്ന സൂറത്തിൽ അൻഫാലിന്റെ ആദ്യത്തെ ആയത്ത് ഇറങ്ങുന്നത്. അതും ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇപ്പൊ രണ്ടായത്തായി. മൂന്നാമത്തത്, ഇന്നി മരിൽതു ഫഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ രോഗിയായി പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ രോഗസന്ദർശനത്തിനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പൊ ഞാൻ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഉരീദു അൻ ഉഖസ്സിമ മാലി അഫഊസി ബിന്നിസ്ഫ്, ഞാൻ എൻ്റെ ഈ സ്വത്ത് ഓഹരി വെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സ്വത്തിന്റെ നേരെ പകുതി അള്ളാന്റെ മാർഗത്തിൽ വസിയത്ത് ചെയ്യട്ടെ. ഫഖാല ലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അസ്സുലുസ്, മൂന്നിലൊരു ഭാഗമെങ്കിലും വസിയത്ത് ചെയ്യട്ടെ. ഫസകത, റസൂൽ മൗനം പാലിച്ചു. ഫകാന അസ്സുലുസു ബഅദഹു ജായിസ, റസൂൽ മൗനം പാലിച്ചു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു? റസൂൽ സുലുസ് വസിയത്ത് ചെയ്യാൻ അനുവാദം നൽകി. അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇന്നക അൻതദറ വറസതക അഗ്നിയ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന അന്നാസ്, നീ നിന്റെ അനന്തരാവകാശികളെ സമ്പന്നരായിട്ട് ഒഴിവാക്കുന്നതാണ് നിനക്ക് ഖൈർ. ജനങ്ങൾക്ക് മുമ്പിൽ അവർ കൈനീട്ടുന്ന അവസ്ഥയിൽ അവർ ഒഴിവാക്കുന്നതിനേക്കാൾ. ഇപ്പം എന്ത് ചെയ്യണം? അനന്തരവാസികൾക്ക് സ്വത്ത് എടുത്തു വെക്കണം. അവരെ സമ്പന്നരാക്കുന്ന നിലയിൽ, അവരെ മറ്റൊരാളിലേക്ക് ആവശ്യക്കാരാക്കാത്ത നിലയിൽ അവർക്ക് സമ്പത്ത് കരുതി വെക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. രണ്ട് രീതിയാണ്. ഈ ഹദീസ് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയാണ്, ഒരാൾ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലം, ആ സമയത്ത് എന്ത് ചെയ്യാം? സ്വത്ത് മുഴുവനായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാം. അതല്ല, അവസാന കാലഘട്ടം ബോധ്യപ്പെട്ടു തുടങ്ങും, അല്ലെ, രോഗങ്ങൾ വന്ന് ശരീരമൊക്കെ ക്ഷയിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ, ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? സമ്പത്ത് മുഴുവനായിട്ട് ഒരിക്കലും സ്വതക്ക ചെയ്യരുത്. അത് ഹറാമാണ്. അങ്ങനെ സ്വതക്ക ചെയ്യരുത്. അതെന്ത് ചെയ്യണം? വാരിഥ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അനന്തരവാസികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാലാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, ഇന്നി ശരിബ്തുൽ ഖംറ മഅ ഖൗമിൻ മിനൽ അൻസാർ, ഞാൻ അൻസാറുകൾപ്പെട്ട കുറച്ച് സഹാബാക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു, കള്ള് ഹറാമാക്കുന്നതിൻ്റെ മുമ്പ്. അങ്ങനെ ഇതിന്ന് കള്ളു കുടിക്കുന്ന സമയം ഫളറബ റജുലുൻ മിൻഹും അൻഫി ബിലഹ്യൈ ജമലി, നമ്മുടെ മുമ്പിൽ ഒട്ടകത്തിൻ്റെ തല, അല്ല പൊരിച്ച ഒട്ടകത്തിൻ്റെ തലയുണ്ട്, അതും കള്ളുമാണ് കുടിക്കുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു? ആ തലയെടുത്തിട്ട് സഅദ് നബി വഖാസിന്റെ താടിയെല്ലിൽ അടിച്ചു. അപ്പൊ താടിയെല്ല് പൊട്ടി മുറി വന്നു. മദ്യലഹരിയിലാണ് നാലാൾക്കാർ. സഅദ് നബി വഖാസ് സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഅതൈതു നബിയ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഈ സംഭവം വിവരിച്ചു കൊടുത്തു, ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, പരിക്കായിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു, അപ്പോൾ ഫഅൻസലല്ലാഹു അസ്സ വജല്ല തഹ്രീമൽ ഖംർ, അപ്പോഴാണ് ഖംർ, കള്ള്
ഹറാമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത് എന്ത്? ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് നജസാണ്, അത് പിശാചിന്റെ പ്രവർത്തനമാണെന്നുള്ള ആയത്ത് സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ 4 ആയത്തുകൾ ഇദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത്. ഈ ഹദീത്ത് ഇവിടെ പറഞ്ഞതിനാണ്, ഇവിടെ കൊണ്ടുവന്നതിനാണ് ആദ്യത്തെ സംഭവമാണ്. അഥവാ ഉമ്മാന്റെ വിഷയത്തിൽ, മാതാപിതാക്കളുടെ വിഷയത്തിൽ വന്ന ആ ആയത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീത്ത് ഇവിടെ പറഞ്ഞത്. അടുത്തത് അൻ അസ്മാ ബിൻത് അബീ ബക്ർ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ മഹദി പറയാണ്, അത്തത്നി ഉമ്മി റാഗിബതൻ ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലേക്ക് വന്നു. മുശ്രിക്കത്താണ്. ആ മുശ്രിക്കത്തായ ഉമ്മ എൻ്റെ അടുക്കലേക്ക് വന്നു. റാഗിബതൻ, റാഗിബതൻ എന്നിൽ നിന്നും ഖിദ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട്, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എന്നിൽ നിന്നും എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ആ ഉമ്മ എൻ്റെ അടുക്കലേക്ക് വന്നു. ഫസഅൽതു നബിയ അഫഅസിലുഹാ, ഞാൻ ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാനോട് ബന്ധം വെക്കട്ടെ? കാരണം ഉമ്മാരാണ്, മുശ്രിക്കത്താണ്. ഖാല നഅം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നീ ബന്ധം വെക്കണം. ഖാല ഇബ്നു ഉയൈന ഫഅൻസലല്ലാഹു അസ്സ വജല്ല ഫീഹാ, ഈ ഒരു സംസാരം ഉണ്ടാകുന്ന വിഷയത്തിൽ, ഈ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ദീന്റെ വിഷയത്തിൽ നിങ്ങളോട് എതിരിടാത്ത, നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരോട് നന്മയിൽ വർത്തിക്കാം, അവരോട് നീതി കാണിക്കാം. നീതി കാണിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന ആയത്തിറങ്ങിയത്. അപ്പോൾ അതിന് അടുത്തൊരു ഹദീത്ത് എന്താ അറിയോ? മുശ്രിക്കീങ്ങളായ ആൾക്കാർ, അവരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? അവർ ദീനിനെതിരെ തിരിയാത്ത ആൾക്കാരാണെങ്കിൽ, ദീനിന്റെ ശത്രുക്കളല്ലെങ്കിൽ, ഏത് വിധേനയും നമ്മളെ നമ്മുടെ ദീനിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കാൻ തുനിയാത്തവരാണെങ്കിൽ അവരോട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ബന്ധം സ്ഥാപിക്കാനാണ് ഈ ഹദീത്തുകൾ പഠിപ്പിക്കുന്നത്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം? കുടുംബക്കാരാണെങ്കിൽ, മാതാപിതാക്കളാണെങ്കിൽ അവരോട് എല്ലാ ഹക്കും ഉണ്ട്. കാഫിറായ മാതാവാണെങ്കിൽ, കാഫിറായ പിതാവാണെങ്കിൽ അവരോട് എല്ലാ ഹക്കും ഉണ്ട്. സാമ്പത്തികമായിട്ടുണ്ട്, ആരോഗ്യപരമായിട്ടുണ്ട്. അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം, അവരോട് മോശമായി സംസാരിക്കരുത്. അതൊക്കെ കാഫിറാണെങ്കിലും ഉണ്ട്. അതിന് തെളിവായിട്ട് വേറൊരു ഹദീത്ത് പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അദ്ദേഹം പറയാണ്, റഅ ഉമർ റളിയല്ലാഹു അൻഹു ഹുല്ലതൻ സിയറാഅ തുബാ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു നല്ല പട്ടിന്റെ വസ്ത്രം, നല്ല വരകളുള്ള മഞ്ഞ കളറുള്ള പട്ടിന്റെ ഒരു വസ്ത്രം മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്തഅ ഹാദിഹി ഫൽബസ്ഹാ യൗമൽ ജുമുഅ, നിങ്ങൾക്കിത് വാങ്ങിക്കൂടെ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജുമുഅ ദിവസം അത് ധരിക്കാം. വഇദാ ജാഅകൽ വുഫൂദ്, അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളെ കാണാനായിട്ട് വന്നാൽ, ഓരോ സംഘങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വരും, ആ സമയത്തും നിങ്ങൾക്കത് ധരിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യൽബസു ഹാദിഹി മൻ ലാ ഖലാഖ ലഹു, ഈ പട്ടിന്റെ വസ്ത്രം ആരാ ധരിക്കല്? ആഖിറത്തിൽ ഒരു ഓഹരിയും ഇല്ലാത്ത ആൾക്കാരാണ് പട്ടിന്റെ വസ്ത്രം ധരിക്കുക. അത് ഹറാമാണ്. ആണുങ്ങൾക്ക് പട്ടിന്റെ വസ്ത്രം ധരിക്കൽ ഹറാമാണ്. ഈ ഹദീസിൽ നിന്ന് വേറൊരു ഇത് കിട്ടും. എന്താണ്? ജുമുഅ ദിവസത്തേക്ക് വേണ്ടി പ്രത്യേകമായ ഒരു വസ്ത്രം എടുത്തു വെക്കുക എന്നുള്ളത് മുസ്തഹബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. അതേപോലെ തന്നെ പ്രത്യേക ദിവസങ്ങൾക്കിടാൻ, പ്രത്യേക ദിവസങ്ങളിൽ നല്ല വസ്ത്രമിടാൻ, നല്ല വില കൂടിയ വസ്ത്രമിടാൻ അത് ഇസ്ലാം പഠിപ്പിക്കുന്നു, അത് പ്രോത്സാഹിപ്പിക്കുന്നു.
അതും ഈ ഹദീത്തിൽ നിന്നും കിട്ടി. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തില്ല. മറിച്ച് എന്താ പറഞ്ഞത്? പട്ടിൻ്റെ വസ്ത്രമായതുകൊണ്ട് അത് പറ്റൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? ജുമാക്കിടാൻ പ്രത്യേകം നല്ലൊരു വസ്ത്രമാണ്. സാധാരണ പീടി പോകുമ്പോൾ ഇടുന്നത് ഡ്രസ്സാകാൻ പാടില്ല. ജുമാക്ക് പ്രത്യേകമായ ഒരു വസ്ത്രം അതിന് കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നല്ല വസ്ത്രം ഇടുക. മുഅ്മിനീങ്ങളത് പ്രോത്സാഹിപ്പിക്കും. നല്ല വസ്ത്രം. ഇപ്പം സൂഫികൾ പഴയ കീറിയ വസ്ത്രമായിരിക്കും, നല്ല പൈസക്കാരനായിരിക്കും. ആ നാട് മൊത്തം വാങ്ങാനുള്ള പൈസ ഓൻ്റെ കയ്യിലുണ്ടാവും. ഷോനിടലോ കീറിയ വസ്ത്രം, അത് സൂഫിസാണ്, അത് ഇസ്ലാമല്ല. സുഹുദ് എന്നാ പറയാം. അത് സുഹുദല്ല. സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവുമായിട്ട് നമുക്ക് മാനസിക ബന്ധം ഇല്ലാതിരിക്കലാണ്. മനസ്സ് എപ്പോഴും ദുനിയാവ് ആഗ്രഹിക്കുന്ന മനസ്സില്ലാതിരിക്കലാണ് സുഹുദ്. അല്ലാണ്ട് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കലല്ല, അള്ളാഹു ഉപയോഗിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കലല്ല. മറിച്ച് അതൊക്കെ ഉപയോഗിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? മനസ്സായിട്ട് അതിന് ഇത് ഉണ്ടാകാൻ പാടില്ല. അതേ ഉള്ളൂ സുഹുദ് കൊണ്ടുള്ള ഉദ്ദേശം. അടുത്തൊരു ഹദീസ്, ബാബു ലാ യസുബ്ബു വാലിദൈഹി, മാതാപിതാക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല എന്നൊരു ഹദീസാണ്. عن عبد الله بن عمرو رضي الله عنه قال قال النبي صلى الله عليه وسلم من الكبائر, ശ്രദ്ധിച്ചോട്ടോ, മിനൽ കബായിരി, വൻപാപങ്ങളിൽ പെട്ടതാണ്. വൻപാപങ്ങളുടെ പ്രത്യേകത എന്താണ്? കബായിറിന്റെ പ്രത്യേകത തൗബയില്ലാതെ അത് മാപ്പാക്കപ്പെടൂല. പ്രത്യേകം എടുത്തു പറഞ്ഞ അല്ലാഹുവോട് തൗബയാണ്, എന്നാലത് മാപ്പാക്കപ്പെടൂല. മിനൽ കബായിർ, അങ്ങനെയുള്ള വൻപാപങ്ങളിൽ പെട്ടതാണ് ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്നുള്ളത്. സഹാബാക്കളുടെ അത്ഭുതത്തോടെ റസൂലിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഒരാൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക? നമുക്കിന്ന് അത്ഭുതമുണ്ടോ? ഇല്ല. ചെറിയ മക്കൾ പോലും വിളിക്കും അല്ലെ? എന്ത് അവസ്ഥയാണ്? ചെറിയ മക്കൾ പോലും മാതാപിതാക്കളെ നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ കാലഘട്ടം. സഹാബാക്കൾ അത്ഭുതത്തോട് ചോദിച്ചാണ്, എങ്ങനെ മാതാപിതാക്കളെ ഒരാൾ സ്വന്തം മകൻ ചീത്ത വിളിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഷ്തിമു റജുല ഫയഷ്തിമു അബാഹു വ ഉമ്മഹു, ഒരാൾ മറ്റൊരാളെ ചീത്ത വിളിക്കും. അപ്പം അതിൻ്റെ കാരണമായിട്ട് അവൻ ഇവൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും ചീത്ത വിളിക്കും. ഇന്നങ്ങനെ അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ മക്കളെയും ഉമ്മാനും ഉപ്പാനും വിളിക്കുകയാണ് ചീത്തകൾ. അപ്പം അത്രയും ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട കബായറാണെന്ന് ചീത്ത വിളിക്കുക എന്നുള്ളത്. എത്ര ചെറിയ നിസാരമായ ചീത്തയാണെങ്കിലും ഇത് കബായറാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ മാതാപിതാക്കൾക്കെതിരെ ഒരാൾ സംസാരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണ് അത് വിശദീകരിച്ചത്. ആ രീതിയിൽ സംസ്കാരമില്ലാത്ത ആൾക്കാരോട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സംസാരിക്കാൻ പോകാൻ പാടില്ല. നമ്മൾ അവരോട് തർക്കിക്കാൻ പോകാൻ പാടില്ല. നമ്മൾ ദീൻ ഇസ്ലാമിൻ്റെ സംസ്കാരവും മാന്യതയും വെച്ചു കൊടുക്കുന്ന ജീവിത ശൈലിയും സംസാര ശൈലിയും അതുപോലെ തന്നെ ഇടപാടും നമ്മളത് അങ്ങനെ ആയിരിക്കണം. അപ്പോഴെന്ത് ചെയ്യില്ല? ആരും ചീത്ത വിളിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ എന്ത് ചെയ്യാൻ പാടില്ല? അല്ലാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ആൾക്കാർ, വലാ തസുബ്ബു, നിങ്ങൾ അവരെ ചീത്ത വിളിക്കരുത്. കാരണം എന്താണ്? ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം, ഇൽമില്ലാതെ ശത്രുത കാരണം ദേഷ്യം കാരണം അവർ അല്ലാഹുവിനെ ചീത്ത വിളിക്കും. അതാണ് അസ്ല്. അപ്പം നമ്മുടെ മാതാപിതാക്കൾക്കെതിരെ മറ്റൊരാൾ സംസാരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ ഇടപാടും നമ്മുടെ സംസാരവും നമ്മുടെ ജീവിതവും ആരോടൊപ്പം? ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരോടൊപ്പം, ഇസ്ലാമിക സംസ്കാരം വെച്ച് പുലർത്തുന്ന ആൾക്കാരോടൊപ്പം അവരോടൊപ്പമായിരിക്കണം നമ്മുടെ ഇടപാടും നമ്മുടെ ജീവിതമൊക്കെ. എന്നാൽ പിന്നെ ആ ഒരു ഇത് ഉണ്ടാവുക സമയമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ഖാൽ من الكبائر عند الله تعالى أن يستسب الرجل لوالده. അള്ളാഹുവിൻ്റെ അടുക്കൽ വൻപാപമായിട്ടുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ
വലിയ ഗൗരവമുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾ തൻ്റെ ഉപ്പ ചീത്ത വിളിക്കപ്പെടാൻ ഒരാൾ കാരണമായി തീരുക എന്നുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയം. നമ്മുടെ മാതാപിതാക്കൾ മറ്റൊരാളാൽ ചീത്ത വിളിക്കപ്പെടാൻ, ആക്ഷേപിക്കപ്പെടാൻ നമ്മൾ കാരണക്കാരായി തീരുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള തെറ്റാണ്, ഖബായിറാണ്. കാരണം സൂറത്തുൽ നൂറിലുള്ള പറഞ്ഞല്ലോ, തഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുന്നത്, മറ്റുള്ളവരുടെ അഭിമാനത്തെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങളത് ചെറിയ നിസാരമായിട്ട് കാണും. തഹ്സബൂനഹു ഹയ്യന, നിങ്ങളത് നിസാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ വഹുവ ഇൻദല്ലാഹി അളീം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ നിങ്ങൾ നിസാരമായിട്ട് കാണും, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ മിനൽ കബായിർ, എന്താണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണെന്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളാൽ ചീത്ത വിളിക്കപ്പെടുക എന്നുള്ളത്, അത് നമ്മൾ കാരണക്കാരായി തീരുക എന്നുള്ളത്. നമുക്കത് നിസ്സാരമായി തോന്നും, പക്ഷെ മിനൽ കബായിർ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ്, വലിയ അപകടമുള്ള കാര്യമാണ്. അതൊക്കെ അത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ജീവിതത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ, നമ്മൾ ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ഹദീസും കൂടി. عن أبي بكرة عن النبي صلى الله عليه وسلم قال ما من ذنب أجدر أن يعجل لصاحبه العقوبة مع ما يدخر له من البغي وقطيعة الرحم. ഒരു തെറ്റുമില്ല. ബഗി എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക, മറ്റൊരാളെ ഉപദ്രവിക്കുക. മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനേക്കാളും, അതുപോലെ തന്നെ ഖതിഅത്ത് റഹിം, കുടുംബബന്ധം ഇല്ലാതാക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന വേറൊരു തെറ്റുമില്ല. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന 2 തെറ്റുകളാണ്. ഒന്ന് ബഗി, മറ്റൊരാളെ ഉപദ്രവിക്കുക, മറ്റൊരാളെ വേദനിപ്പിക്കുക. വലിയ ഗൗരവമുള്ള വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷാഖ മുസ്ലിമൻ ഷാഖ അല്ലാഹു അലൈഹി വമൻ ളാറ മുസ്ലിമൻ ളാറ അല്ലാഹു ലഹു. ആരെങ്കിലും ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രയാസപ്പെടുത്തും. ഒന്ന് ആലോചിക്കുക ആ ഹദീസിന്റെ അർത്ഥം. നമ്മൾ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തിയാൽ, ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ടിക്കും. അള്ളാഹ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചാൽ ഒരാളെ കൊണ്ടും തടയാൻ കഴിയില്ല. അപ്പോൾ മുസ്ലിമീങ്ങളുടെ അഭിമാനം, മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തുക അള്ളാഹിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതാണ് ബഗി. മറ്റൊരാളിലേക്ക് കടന്നു കയറുക, അവരെ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, അത് പെട്ടെന്ന് ശിക്ഷ കിട്ടാനുള്ളൊരു കാരണമാണ്. അതേപോലെ തന്നെ വഖതിഅത്ത് റഹിം, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. കുടുംബബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? മാതാപിതാക്കളുടെ ബന്ധമാണ്. അത് മുറിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ പെട്ടെന്ന് ശിക്ഷ കിട്ടാനുള്ള കാരണമായ കാര്യങ്ങളാണ്. പക്ഷെ ദുനിയാവിന് ശിക്ഷ കിട്ടിയാലും ആഖിറത്തിലും ഉണ്ടാവും. ദുനിയാവിന് കിട്ടലോടുകൂടി ഇല്ലാതാവൂല, മറിച്ച് അത് ആഖിറത്തിലേക്കും ഉണ്ടാവും അതിൻ്റെ ശിക്ഷ. അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് എന്ത്? കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. എന്തിന്? ദുനിയാവിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിലല്ല. ദുനിയാവിൻ്റെ പേരിൽ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അതിലേറ്റവും ആദ്യം നിൽക്കുന്നത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. അത് ഇല്ലാതാക്കുന്നവൻ, ആ ബന്ധം വിച്ഛേദിക്കുന്നവൻ ദുനിയാവിലും ശിക്ഷക്കർഹനാണ്. ആ ശിക്ഷ അവന് കിട്ടിയിരിക്കും. എന്നാൽ ആഖിറത്തിലും ശിക്ഷക്കർഹനാണ് അവൻ. അതാണ് ഈ ഹദീത്തിൽ നിന്നും മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ ഉതിഅ അല്ലാഹു ഫീഹി അഅജല സവാബൻ മിൻ സിലത്തിർ റഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് നമ്മൾ ചെയ്യുന്നൊരു ഇബാദത്ത്, കുടുംബബന്ധം നന്നാക്കുന്നതിനേക്കാൾ പെട്ടെന്ന് അള്ളാഹു പ്രതിഫലം നൽകുന്ന വേറൊരു ഇബാദത്തില്ല. ഇപ്പോൾ കുടുംബബന്ധം നന്നാക്കിയാൽ എന്ത് ചെയ്യും? ദുനിയാവും തന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും, ആഖിറത്തിലുണ്ടാവും. നേരെ തിരിച്ച് പെട്ടെന്ന് ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്ന് ബഗി, മറ്റൊരാളെ ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുക. 2 ഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കുക. അത് പെട്ടെന്ന് തന്നെ ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, മരണപ്പെടുന്നതിൻ്റെ മുമ്പ്. അതേപോലെ തന്നെ നാളെ ആഖിറത്തിലും അതിൻ്റെ ശിക്ഷ ഉണ്ടാവും. ഇപ്പം മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ഒരാളും സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കൂല മരിക്കുന്നവരെ. അതിൻ്റെ പകരം അള്ളാഹു അവനെ വേദനിപ്പിച്ചിട്ടല്ലാതെ അവൻ മരണപ്പെടൂല. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവൻ അതേപോലെ അവനും പ്രയാസപ്പെടുത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടേക്ക് എടുക്കൂല അവനെ. നാളെ ആഖിറത്തിൽ അതിനേക്കാൾ കടുത്ത ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മാതാപിതാക്കളുടെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ സ്ഥാനം നമ്മൾ നൽകുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇത് നമ്മുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാത്തവരാണ്, അറിയില്ല. അതുകൊണ്ടാണ് അവരിലേക്ക് എത്തിക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കളുടെ സ്ഥാനം എത്രമാത്രം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ട ഹദീത്തുകളൊക്കെ അമൽ ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തം, ഈ കൂടിയിരുത്തം നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.